ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നമ്മൾ ക്ലബ് ബ്രൂഷിനെ 3 ഗോളിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. 3 points, 3 goals, ക്ലീൻ ഷീറ്റ്, 6 out of 6 wins, ടോപ്പ് ഓഫ് ദ ടേബിൾ, നോ കംപ്ലൈൻറ്റ്സ് അല്ലേ? അതെ, ഇന്നത്തെ ഗെയിമിന് അധികം കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ല. കൺസിഡറിങ് നമ്മൾ ഇത്രയും ചേഞ്ചസ് വരുത്തിയിട്ടാണ് കളിച്ചതെങ്കിൽ പോലും ഇന്നത്തെ ഗെയിം ഓൾമോസ്റ്റ് ഒരു പെർഫെക്റ്റ് ഗെയിമായിട്ട് തന്നെ നമുക്ക് പറയാം. ശരിയാണ്, അവിടെ ഇവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ഗെയിമിൽ ഓഫ് കോഴ്സ് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഡെക്ലൻ റൈസ് കളിച്ചില്ല, അതുപോലെ തന്നെ സെൻറ്റർ ബാക്കിൽ നോർഗാർഡ് കളിച്ചു, അറ്റാക്കിങ്ങിൽ നമ്മുടെ ഗ്യോക്കറൈസ് ഉണ്ടായിരുന്നു, മെറീനോ ആയിരുന്നു ഡെക്ലൻ റൈസിന് പകരം കളിച്ചത്. സോ അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് ലൈനപ്പ് കണ്ടപ്പം ഞാൻ ഓക്കെ, ഒരു ഡ്രോ ആണെങ്കിൽ ഓക്കെ, അതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഫസ്റ്റ് 15 minutes നമ്മൾ ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് എഗെയിൻ സെയിം ഓൾ സ്റ്റോറി, ഫിനിഷിംഗ് ഇല്ലായ്മ ഒരു. പക്ഷേ ഐ വാസ് ഹാപ്പി. ആ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഓൾമോസ്റ്റ് ക്ലിയർ കട്ട് ചാൻസസ് ആയിരുന്നു. നമ്മളിങ്ങനെ അറ്റംപ്റ്റ്സ് ആഫ്റ്റർ അറ്റംപ്റ്റ് ആയിരുന്നു. സോ ഗെയിം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. സോ ഗ്യോക്കറൈസിൻ്റെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു. ഗ്യോക്കറൈസിൻ്റെ ഹെൽഡപ്പ് പ്ലേ ഇന്നത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിയാണ്, ഗ്യോക്കറൈസിന് ഇന്ന് ഗോളൊന്നുമില്ല, ബട്ട് അതിനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഗ്യോക്കറൈസ് ഇനി വരുന്ന ഗെയിമുകളിൽ, ഇനി അടുത്ത ഗെയിം ഉണ്ടല്ലോ വൂൾസ്, ഐ തിങ്ക് വൂൾസൊക്കെ ഇനിയും പുള്ളി പഴയ ഫോമിലേക്ക് തിരിച്ചു വരും, ഗോൾസൊക്കെ അടിക്കാൻ തുടങ്ങുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ലൈക്ക് ഈ ഗോൾ എവിടെ നിന്ന് വരും എന്നുള്ള ഒരു ഡൗട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ നോനിയുടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എന്ന് തന്നെ പറയണം. 2 പ്ലെയറിനെ ഡ്രിബിൾ പാസ് ചെയ്ത് ഒരു 10-15 യാർഡ് ബോൾ ക്യാരി ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു ഷോട്ട്, ഒരു റോക്കറ്റ് എന്ന് തന്നെ പറയാം. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഗോൾ. എന്താ, വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾസ് ഫ്രം നോനി അല്ലേ? എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് സുബമെൻഡിയുടെ ഗോള്, ഈ സീസണിൽ സുബമെൻഡിയുടെ ഗോളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ് ഇപ്പോൾ നോനിയുടെ ഗോളും, പിന്നെ മാർട്ടിനേലിയുടെ ഗോളും മോശമൊന്നുമല്ലായിരുന്നു. അതിലേക്കൊക്കെ നമുക്ക് വരാം. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ ആയിരുന്നു നമ്മുടെ ഗെയിം. നല്ല രീതിയിലാണ് നമ്മൾ കളിച്ചത്. ബട്ട് ഇതിൽ ഒരു കുറവ് പറയുകയാണെങ്കിൽ മാർട്ടിനേലി ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ പൂറായിരുന്നു. അതുപോലെ തന്നെ എം എൽ എസിനെ ഔട്ട് ഓഫ് പൊസിഷൻ എൻകറേജ് ചെയ്ത് കളിപ്പിക്കുന്നതാണോ അതോ പുള്ളി സ്വയം കളിക്കുന്നതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു നല്ലൊരു വ്യക്തത വരേണ്ട കാര്യമുണ്ട്. കാരണം ഒരു 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 നിമിഷം ഉണ്ടായിരുന്നു, ലൈക്ക് അർട്ടേറ്റ MLS-ൻ്റെ അടുക്ക സംസാരിക്കുന്ന ഒരു നിമിഷം. അത് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് എന്താണ്, യു ഷുഡ് കവർ യുവർ പൊസിഷൻ എന്നുള്ള രീതിയിലാണ്. കാരണം 2 അവസരങ്ങളുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ഹിൻകപ്പിക്ക് MLS-ൻ്റെ പൊസിഷൻ കവർ ചെയ്യേണ്ടി വന്നത്. MLS ഡിഫെൻസീവ്ലി ഇന്ന് പൂർ തന്നെയായിരുന്നു. MLS എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ലെഫ്റ്റ് ബാക്ക് പുള്ളിയുടെ ജനറൽ പൊസിഷനേ അതല്ല, ബട്ട് സ്റ്റിൽ പുള്ളിക്ക് അവസരങ്ങൾ കിട്ടുമ്പോഴും ഒരു ഡിഫെൻസീവ് വർക്ക് എന്ന് പറയുമ്പം ആ സെക്കൻഡ് ഹാഫിൽ ഒരു കോർണർ ബോഡി ബ്ലോക്ക് അല്ലാതെ ഒരു ഡിഫെൻസീവ് വർക്ക് നോക്കുമ്പോൾ ഇന്ന് MLS പോരാ എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം. വളരെ ഈസി ആയിട്ടാണ് പ്ലെയേഴ്സൊക്കെ ഡ്രിബിൾ പാസ് ചെയ്ത് പോകുന്നത്. പിന്നെ ഹീസ് അബാൻഡനിങ് ഹിസ് പൊസിഷൻ. അറ്റാക്കിലേക്ക് പോകുമ്പം ട്രാക്ക് ബാക്ക് എന്ന് പറയുന്ന സംഭവമൊക്കെ വളരെ വീക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവരും പറയും ഗെയിം ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഗെയിം ടൈം കൊടുക്കുമ്പോൾ അത് കാണിക്കണ്ടേ, വാട്ട് ഹീ ക്യാൻ ഡൂ എന്ന്. നമ്മളാരും മറന്നു പോരുത്, സാക്കയും ലെഫ്റ്റ് ബാക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഹീ നീഡ്സ് ടു ഇംപ്രൂവ് ദീസ് കൈൻഡ് ഓഫ്. എപ്പോഴൊക്കെ ചാൻസ് കിട്ടുന്നോ അപ്പോഴൊക്കെ ഹീ നീഡ്സ് ടു ഇംപ്രൂവ്, ക്വാളിറ്റി കാണിക്കണം. സാക്കയുടെ നാച്ചുറൽ പൊസിഷനും അതല്ലായിരുന്നല്ലോ, ഡിഫെൻഡിങ് അല്ലായിരുന്നല്ലോ. ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് എന്താണ് ഗ്രോ ചെയ്ത ഒരു പ്ലെയറല്ലേ സാക്കയും. സോ അതുപോലെ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം യൂസ് ചെയ്യണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഫസ്റ്റ് ഹാഫിൽ ഓവറോൾ നമ്മൾ നന്നായിട്ടാണ് കളിച്ചത്. റായയുടെ 2 കിഡിലൻ സേവ്സ് ഉണ്ടായിരുന്നു. റായയുടെ അത് എസ്പെഷ്യലി ഒരു ഷോട്ട് എന്ന് പറയുന്നത് വളരെ ഒരു പവർഫുൾ ഷോട്ടായിരുന്നു. അത് റായയുടെ ഒരു ലൈക്ക് ഹി ഗോട്ട് ഡൗൺ 2 നല്ല സൂപ്പറായിട്ട് പെട്ടെന്ന് താഴെ വന്നത് സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ വേറൊരു ഷോട്ട് ഉണ്ടായിരുന്നു, നേരെ മുഖത്തോട്ട് വന്നു. ഒരു അമേസിങ് റിഫ്ലക്സ് ആണ് സാക്കയെന്ന് റായയുടെ. ഇങ്ങനെ അത് സേവ് ചെയ്യുന്നു. റായ ഇന്ന് ടോപ്പ് ഫോമിലായിരുന്നു കേട്ടോ, അത് നമുക്ക് പറഞ്ഞു പറ്റൂ. സോ റായയുടെ ആ പെർഫോമൻസിലായിരുന്നു ഒരു ഗോൾ കയറിയേനെ ഷുവർ. കാരണം നമ്മുടെ ഡിഫൻസ് അത്ര വലിയ ഇതൊന്നുമല്ലായിരുന്നു. അത് പറയുമ്പോഴും ഹിൻകപ്പിയെ MLS-നെ കുറേ കവർ ചെയ്തായിരുന്നു. ഹിൻകപ്പിയെ കുറേ
അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹിൻകപ്പി വാസ് റിയലി ഗുഡ്. സെക്കൻഡ് ഹാഫിൽ ഹിൻകപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഐ തിങ്ക് അതൊരു സ്മാർട്ട് മൂവ് തന്നെയായിരുന്നു. കാരണം ഹിൻകപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത നമുക്കുണ്ടല്ലോ. ഹിൻകപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാലഫിയറെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ യോക്രൈസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 11 മാസങ്ങൾക്ക് ശേഷം ഹേസൂസിനെ കൊണ്ടുവന്നു സെക്കൻഡ് ഹാഫിൽ. അങ്ങനെ 1-0 എന്നുള്ള നിലയിലാണ് നമ്മൾ ഫസ്റ്റ് ഹാഫ് ഫിനിഷ് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതും സുബമെൻഡിയുടെ ലെഫ്റ്റിൽ നിന്നൊരു കിട്ടിലൻ ക്രോസ്, ഒരു അളന്നു മുറിച്ച ക്രോസ് നോനി അത് സിമ്പിൾ ഹെഡർ. പക്ഷേ ആ ഫുള്ള് ക്വാളിറ്റി ആ ക്രോസിലാണ് ഇരിക്കുന്നത്. സിമ്പിൾ ഹെഡർ, അത് ഹെഡ് ചെയ്ത് അകത്തേക്ക് കയറ്റുന്നു. അങ്ങനെ അഗ്രസീവായിട്ടാണ് നമ്മൾ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തത്. ആ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടായിരുന്നു. കാരണം നമുക്കെപ്പോഴും ഉള്ളൊരു സ്വഭാവമാണ് ഒരു 1 ഗോൾ അടിച്ചിട്ട് ഒരു സിറ്റ് ബാക്ക് എന്നുള്ളൊരു സാധനം. സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു 47 മിനിറ്റിൽ തന്നെ നമ്മൾ ഗോൾ അടിക്കുക എന്ന് കണ്ടപ്പോഴുണ്ടോ ഐ വാസ് റിയലി ഹാപ്പി വിത്ത് ദിസ് ടീം. കാരണം നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അത് അഡ്രസ്സ് ചെയ്യുന്നു നമ്മുടെ പ്ലെയേഴ്സ്. ദാറ്റ്സ് റിയലി എൻകറേജിങ് ടു സീ എന്ന് പറയാം. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 60ാമത്തെ മിനിറ്റ് ഈ 2 സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. പിന്നെ 70ാമത്തെ മിനിറ്റിൽ സാക്കേനെ കൊണ്ടുവരുന്നു, വെന്നിയറിനെ കൊണ്ടുവരുന്നു, കാലഫിയോറിനെ കൊണ്ടുവരുന്നു. ഒരുപാട് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്. ആൻഡ് പുതിയ 16 വയസ്സുള്ള സാൽമൺ വൈറ്റിന് പകരം കൊണ്ടുവരുന്നു. അത് പക്ഷേ 81st മിനിറ്റിലൊക്കെ ആയിരുന്നു. എല്ലാവരും വളരെ നല്ല രീതിയിലാണ് കളിച്ചത്, എക്സെപ്റ്റ് ഫോർ MLS. ചില ഡിഫെൻസീവ് എറേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ബെൻ വൈറ്റിൻ്റെ ഒരു ആവശ്യമില്ലാത്ത ഒരു ടാക്കിൾ 3-0 എന്ന് നിൽക്കുന്ന സമയത്ത് ബെൻ വൈറ്റ് വന്നൊരു പ്ലെയറിനെ ടാക്കിൾ ചെയ്ത് അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഒരു യെല്ലോ കാർഡ് മേടിക്കുന്നു, അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നോർഗാർഡിനും യെല്ലോ കാർഡുണ്ട്. പക്ഷേ നോർഗാർഡിൻ്റെ യെല്ലോ കാർഡ് നമുക്ക് കുറച്ചുകൂടെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. യെല്ലോ കാർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നത്തെ റഫറിങ് ടോപ്പ് ക്വാളിറ്റി റഫറിങ് ആയിരുന്നു, ഒന്നും പറയാനില്ല. ഇങ്ങനെ വേണം റഫറിങ് ചെയ്യാൻ. കിട്ടില്ല റഫറിങ് ആയിരുന്നു ഇന്നത്തെ റഫറിങ്. അപ്പോൾ തേർഡ് ഗോളിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ മാർട്ടിനെല്ലിയുടെ ഗോള്. ആ മാർട്ടിനെല്ലിയുടെ ഗോളിനെ പറ്റി പറയുന്നിട്ടുണ്ട്. മാർട്ടിനെല്ലിയുടെ പെർഫോമൻസ് പറയണം. ഇന്ന് മാർട്ടിനെല്ലി പൂവറായിരുന്നു. അവരുടെ ബ്രൂസിൻ്റെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, നമ്പർ 41 ജേഴ്സി, പേരറിയത്തില്ല, നമ്പർ 41 ജേഴ്സി ഇട്ട ഒരാളാണ്. പുള്ളിയുടെ പോക്കറ്റിലായിരുന്നു കേട്ടോ ഈ മാർട്ടിനെല്ലി ആ ഗോൾ അടിക്കുന്നത് വരെ. പക്ഷേ ആ ഗോളുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ഗോളായിരുന്നു. MLS-ൻ്റെ പാസ്. പക്ഷേ MLS അസിസ്റ്റ് എന്നൊക്കെ അതിനെയൊക്കെ അസിസ്റ്റ് എന്ന് വിളിക്കാമോ എന്നറിയത്തില്ല. മാർട്ടിനെല്ലിയാണ് അത് ഫുള്ള് ക്രിയേറ്റ് ചെയ്തത്. കട്ടിങ് ചെയ്ത് റൈറ്റ് ഫുട്ട് വെച്ച് ഒരു കിട്ടില്ലൻ, നമ്മുടെ തിയറി എൻട്രിയൊക്കെ അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കിട്ടില്ലൻ ഗോള്. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ മാർട്ടിനെല്ലിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പുള്ളി ആ ഗോൾ സെലിബ്രേറ്റ് ചെയ്തില്ല, വലിയ ആഘോഷമൊന്നും നടത്തില്ല. കാരണം ആ ഗോൾ സെലിബ്രേറ്റ് ചെയ്യാൻ തക്ക ക്വാളിറ്റിയുള്ള ഗോൾ തന്നെയായിരുന്നു. പുള്ളിക്ക് അറിയാമായിരുന്നു ഹി വാസ് ഹാവിങ് എ ബാഡ് ഗെയിം, ഒക്കെ വലിയൊക്കെ ആഘോഷിക്കേണ്ട എന്നുള്ളൊരു സാധനം പുള്ളി മെയിൻറ്റെയിൻ ചെയ്തു നല്ല രീതിയിൽ തന്നെ. അത് ആ ഗോൾ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ പുള്ളി അങ്ങ് ഓണായി കേട്ടോ. പിന്നെ 2-3 കിടിലൻ ഡ്രിബിളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. 2-3 അടിപൊളി ക്രോസസൊക്കെ അകത്തൊക്കെ ഉണ്ടായിരുന്നു. ഹേസൂസിനെ 60th മിനിറ്റിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഗ്യോക്രൈസിന് പകരം കൊണ്ടുവരുന്നത്. ഹേസൂസ് വന്ന് കയറി ഒരു 10 മിനിറ്റ് പുള്ളിക്ക് ബോളേ കിട്ടിയില്ല. 71st മിനിറ്റിലാണ് പുള്ളിക്ക് മൊത്തം ഷോട്ട് 3 ഷോട്ട് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം പോസ്റ്റ് ചെയ്ത് തട്ടി പോകുമായിരുന്നു. സോ എനിക്ക് ആ പുള്ളിക്ക് ഒരു ഗോൾ കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഹേസൂസ് ഇൻ മൈ ഒപ്പീനിയൻ നമ്മുടെ ടീമിലേക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രിബിളേഴ്സ് ആണ് എന്നാണ് ഇപ്പം ദി നമ്പർ 1 ഡ്രിബിളർ എന്ന് എനിക്ക് പറയാൻ താല്പര്യമുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഹേസൂസ്. പുള്ളി ഫിറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ഒരു അഡീഷൻ ഉണ്ടല്ലോ, അത് ഇറ്റ് വിൽ ബി ക്രൂഷ്യൽ. അതും കറക്റ്റ് സമയത്താണ് വരുന്നത്. നമുക്ക് ഒരുപാട് ഇഞ്ചുറി ഇഷ്യൂ ഉള്ള സമയത്താണ് ഹേസൂസ് എന്ന പ്ലെയർ വരുന്നത്. സോ അങ്ങനെ നമ്മൾ 3-0 എന്ന് നിൽക്കുന്നു. നമ്മൾ വളരെ കംഫർട്ടബിൾ ലീഡിൽ നമ്മളിങ്ങനെ നിൽക്കുന്നു. പിന്നെ ഇറ്റ്സ് ജസ്റ്റ് മാറ്റർ ഓഫ് ഫിനിഷിങ് ദ ഗെയിം ഓഫ്. അത് നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തു. ശരിയാണ്, ബ്രൂഷിന് എപ്പോഴൊക്കെ ചാൻസ് കിട്ടിയോ അവർ നമ്മുടെ ആ ഒരു ഡിഫെൻസീവ് ഷേപ്പ് ഒന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കി. നമ്മൾ ഡിഫെൻസീവ്ലി ഇന്ന് പുവറായിരുന്നു, ക്ലിയർലി പുവറായിരുന്നു. കാരണം ഒരുപാട് ഓപ്പൺ ആയിരുന്നു, ഒരുപാട് സ്പേസസ് ഉണ്ടായിരുന്നു ഒപ്പോണൻറ്റ് ടീംസിന് യൂട്ടിലൈസ് ചെയ്യാനും എക്സ്പ്ലോയിറ്റ് ചെയ്യാനും. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്തു, യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു. ഒരുപാട് ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നു. റായ ഇന്ന് കിടിലൻ ഫോമിലായിരുന്നു. എനിക്ക് എൻ്റെ ഓർമ്മയിൽ തന്നെ 3 കിടിലൻ സേവ്സ് ഉണ്ട് റായയുടേത്. സോ ഗുഡ് ഗെയിം, ഓവറോൾ ഗുഡ് ഗെയിം. ഇത് തന്നെ മതി. ആൻഡ് നോർഗാർഡ്, വാട്ട് യു ഗൈസ് തിങ്ക്? നോർഗാർഡ് മിഡ്ഫീൽഡിൽ സാറ്റിസ്ഫൈറ്ററി അല്ലായിരുന്നെങ്കിലും
ഡിഫെൻസീവ്ലി പുള്ളി എനിക്ക് സോളിഡായിട്ടാണ് ഫീൽ ചെയ്തത്. ഹിൻകപ്പിയെ ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു. ബെൻ വൈറ്റ് പുള്ളി പതുക്കെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ പഴയ ഒരു ഫോമിലേക്ക്. ക്രോസസ് പണ്ടത്തെ ആ ഇഞ്ചുറിക്ക് മുമ്പുള്ള ക്വാളിറ്റിയുള്ള ക്രോസസ് വന്നിട്ടില്ല. പക്ഷേ ഡിഫെൻസീവ് വർക്ക് വെച്ച് നോക്കുമ്പോൾ എക്സെപ്റ്റ് ഫോർ ദാറ്റ് യെല്ലോ കാർഡ് പുള്ളി പഴയ ഒരു ഫോമിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. മെറീനോ ഒരു രക്ഷയിലായിരുന്നു. ഓഡഗാർഡ് ബ്രില്യൻറ്റ്. വേറെ ആരാണ്? സാക്ക കുറച്ച് നേരെ ഉള്ളായിരുന്നു. നോനി ഒരു രക്ഷയിലായിരുന്നു. നോനിയാണ് ഇന്നത്തെ ഗെയിം ചേഞ്ചർ. നല്ല കളിയാണ് ഇന്ന് നോനി കളിച്ചത്. മാർട്ടിനെലി ക്യാൻ ഡു ബെറ്റർ. പക്ഷേ വെന്യറി MLS ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, MLS എപ്പോഴൊക്കെ ഈത്തൻ വെന്യറി ഉണ്ടോ ഹീ പ്ലേസ് ബെറ്റർ. ഇത് ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം MLS ഈത്തൻ വെന്യറി ഹേസൂസ് ആ ഒരു കോമ്പിനേഷനിൽ ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. നല്ല ഫ്ലൂയിഡിക് മൂവ്മെൻ്റ് ആയിരുന്നു, ഷാർപ്പ്നെസ് ഉണ്ടായിരുന്നു. അതാണ് പോസ്റ്റിൽ തട്ടി പോയത്. ഇനി അതൊരു പ്ലെയർസിൻ്റെ കെമിസ്ട്രി ആണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എപ്പോഴൊക്കെ വെന്യറി MLS ഉണ്ടോ MLS കുറച്ചുകൂടെ ബെറ്ററായിട്ട് കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഗുഡ് ഗെയിം ഓവറോൾ. അടുത്ത കളി നമുക്ക് വൂൾസുമായിട്ടാണ്. വൂൾസ് നിങ്ങൾക്കറിയാലോ ഏറ്റവും അത്ര നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാത്ത ഒരു ടീമാണ്. സോ അതും എമിറേറ്റ്സിൽ വെച്ചിട്ടാണ് കളി. ഇതിൻ്റെ 4-1 മതി നമുക്ക് അതൊന്ന് വിൻ ചെയ്യാൻ. ഇതിൻ്റെ 4 പെർഫോമൻസ് കാഴ്ചാൽ മതി. ബട്ട് അതൊന്നും പോരാ, നമ്മൾ ഫുൾ ഇത് എങ്ങനെ കളിച്ചോ അതുപോലെ തന്നെ നമുക്ക് കളിക്കാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ലെറ്റ്സ് സീ. താങ്ക് യു ഗൈസ്. ടേക്ക് കെയർ.